അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്വർഗം. ബിലാൽ റളിയല്ലാഹു അൻഹു. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം. മൂന്ന്, നമ്മുടെ സ്വർഗപ്രവേശനം. നാല്. ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിൽ ഒരു അടിമയായിക്കൊണ്ടാണ് ജീവിച്ചത്. അടിമത്തത്തിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയും ഇസ്ലാമിൽ അടിയുറച്ച് നിലനിൽക്കുകയും ചെയ്തു ബിലാൽ റളിയല്ലാഹു അൻഹു. അതിൻ്റെ പേരിൽ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു കഠിനകഠോരമായ ഉപദ്രവങ്ങൾക്ക് അദ്ദേഹം വിധേയമാവുകയുണ്ടായി. മക്കയിലെ തെരുവ് പിള്ളേരും അദ്ദേഹത്തെ കഴുത്തിൽ വലിയ കയറ് കെട്ടിക്കൊണ്ട് മണലാരുണ്യത്തിലൂടെ വലിച്ചിഴക്കുകയും ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടത്തി അദ്ദേഹത്തെ പൊള്ളിക്കുകയും, എത്രമാത്രം പൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ, ആ മണലിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങൾ പാത്രത്തിൽ വെച്ച് വേവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് വെന്തു പോകുന്ന അത്രയും ചൂടുള്ള മണലാരുണ്യത്തിൽ അദ്ദേഹത്തെ കടത്തുകയും, അതുപോലെ വലിയ പാറക്കഷ്ണങ്ങളെടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞ് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന, സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഉറച്ച വിശ്വാസം, ആരെയും കൂശാത്ത വിശ്വാസം, എന്തിനേയും നേരിടാനുള്ള ധൈര്യം, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഉത്തമനും അതുപോലെ തന്നെ ബഹുമാന്യനും ഉദാത്തനുമായിരുന്നു. നബിയുടെ അടുക്കൽ ഈ കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായി നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിക്കാനുണ്ടായ ഒരു കാരണം, അദ്ദേഹത്തിൻ്റെ ശരീരം കറുത്തതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം അതിമനോഹരമായിരുന്നു. ആരെയും വശീകരിക്കുന്ന, ഏവരെയും കാത് പിടിച്ചലക്കുന്ന, അത്രയും അട്രാക്റ്റീവായിട്ടുള്ള, അത്രയും മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കാണുകയുണ്ടായി. എന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണോ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സഹാബികൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അങ്ങനെയുള്ള സഹാബി വര്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ ബിലാൽ റളിയല്ലാഹു അൻഹു? അല്ല. എന്നാൽ ഈ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളുകൾ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ത്വൽഹയും സുബൈറും അബ്ദുറഹ്മാൻ ബിൻ ഔഫും അബൂബൈദത്ത് ബിൻ ജറാഹും സഅദ് ബിൻ അബി വക്കാസും സഈദ് ബിൻ സെയ്ദും അങ്ങനെയൊക്കെയുള്ള സഹാബികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ദിവസവും പ്രവാചകൻ സഹാബി വര്യന്മാർക്ക് ഓരോ ക്ലാസ് എടുക്കാറുണ്ട്. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്ലാസ് എടുക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്ലാസ് എടുത്തത് അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹം പറയുന്നു, ബിലാൽ റളിയല്ലാഹുവിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ ബിലാലെ, താങ്കൾ എന്താണ് ഇസ്ലാമിൽ ഉന്നതമായിട്ടുള്ള, ഞങ്ങളാരും ചെയ്യാത്ത, അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുവാൻ മാത്രം, അള്ളാഹുവിൻ്റെ അടുക്കൽ താങ്കൾ തൃപ്തിപ്പെടുവാൻ മാത്രം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഞാൻ നിങ്ങളുടെ കാലടികൾ എൻ്റെ മുമ്പിൽ സ്വർഗത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ സ്വർഗത്തിൽ കാലിട്ടടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ റളിയല്ലാഹു അൻഹു ഉത്തരം പറയുന്നത് എന്താണെന്ന് അറിയാമോ? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക. അഥവാ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, ഞാൻ നിങ്ങളാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഒന്നും ഇസ്ലാമിൽ പ്രവർത്തിച്ചിട്ടില്ല.
ഒന്നും എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ഒരു പ്രവർത്തനവും എനിക്ക് ഓർമ്മയുമില്ല. പക്ഷേ എൻ്റെ ജീവിത ശൈലിയിൽ, എൻ്റെ ജീവിത രീതിയിൽ, എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ പതിവാക്കിയ ഒരു കാര്യമുണ്ട് നബിയെ. അതെന്താണെന്ന് ചോദിച്ചാൽ, രാവാവട്ടെ പകലാവട്ടെ, രാത്രിയാവട്ടെ പകലാവട്ടെ, ഏത് സമയത്തും, രാവിലെ ആയാലും വൈകുന്നേരം 4 മണിക്ക് ശേഷമായാലും, രാത്രിയിലും നട്ടപ്പാതിരായാലും, അതുപോലെ തണുപ്പിലായാലും ചൂടിലായാലും ഒക്കെ ഞാൻ എഴുന്നേൽക്കുകയും അല്ലെങ്കിൽ ഞാൻ വുദു എടുത്തുകൊണ്ട് എനിക്ക് സാധ്യമാകുന്ന 2 റക്അത്തായിരിക്കാം, 4 റക്അത്തായിരിക്കാം, 6 റക്അത്തായിരിക്കാം. അവിടെ റക്അത്തുകളുടെ എണ്ണം ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നില്ല. മറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് മാ അമിൽതു അമലൻ അർജ ഇൻദി മിൻ അന്നി ലൻ അതതഹറു തഹൂറൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂറ മാ കുതിബ ലി അൻ ഉസല്ലിയ. അതായത് ഞാൻ വുദു എടുത്തു കഴിഞ്ഞാൽ ഏത് സമയമാകട്ടെ, രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ, രാത്രിയാവട്ടെ പകലാവട്ടെ, ഏത് സമയത്തായാലും ഞാൻ വുദു എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുതിബ ലി, അള്ളാഹു താല എനിക്ക് ആ വുദു എടുത്തതിന് ശേഷം എനിക്ക് റബ്ബ് എത്രയാണോ നമസ്കരിക്കാനുള്ള കഴിവ് നൽകിയത് അത്രയും റക്അത്തുകൾ ഞാൻ ആ വുദുവിൻ്റെ സുന്നത്തായിട്ട് നമസ്കരിക്കാറുണ്ട് പ്രവാചകരെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് എനിക്കും ആവശ്യപ്പെടാനുള്ളത്, എന്നോടും നിങ്ങളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്താ? നമുക്കാർക്കും ആ വിശാലമായ സ്വർഗത്തിൽ, മൃദുവായ പച്ചപ്പിൻ്റെ പരവതാനി വിരിച്ച ഒരു ഉദ്യാനമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്കാർക്കും താല്പര്യമില്ലേ? അവിടെ ഹൂര്യങ്ങളുണ്ട്, മധുരമുള്ള ഫലങ്ങളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒഴുകുന്ന നദികളുണ്ട്, അതുപോലെ തന്നെ അവിടെ വീഞ്ഞുണ്ട്, തേനുണ്ട്, പാലുണ്ട്. ഇങ്ങനെ വിശേഷങ്ങളാൽ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു നാവും രുചിക്കാത്ത അതിസുന്ദരമായ ആകാശഭൂമികളെക്കാൾ വലുപ്പമുള്ള ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ എനിക്കും താങ്കൾക്കും താല്പര്യമില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മുടെ നമസ്കാരം കൊണ്ടോ നമ്മുടെ സക്കാത്ത് കൊണ്ടോ അഥവാ നമ്മളോട് കൽപ്പിക്കപ്പെട്ട മഫ്റൂദായിട്ടുള്ള, മക്തൂബായിട്ടുള്ള നിർബന്ധപരമായ കർമ്മങ്ങൾക്ക് അപ്പുറം നമ്മുടെ സുന്നത്തുകളെ കൊണ്ടാണ് നാം സ്വർഗം നേടേണ്ടത്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും നമ്മുടെ സുന്നത്തിലൂടെ നാം നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടുമാണ് നാം സ്വർഗം നേടേണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വപ്നം സാക്ഷാത്കാരം നമുക്കും ഏറ്റെടുക്കാം. നാളെ നമുക്കും അള്ളാഹുവിൻ്റെ വിശാലമായ, അതിസുന്ദരമായ, അത്യന്തം സുന്ദരമായ, അത്യന്തം സുഖലോലുപരായി ജീവിക്കാനുള്ള മഹാഭാഗ്യം നാളെ സ്വർഗത്തിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹു അവസരം നൽകട്ടെ. അതിന് നാം വഴിയൊരുക്കുക. സ്വർഗം നേടാനുള്ള വഴിയാണ് നാം കണ്ടെത്തേണ്ടത്. സ്വർഗത്തിൽ പ്രവേശിക്കുക, സ്വർഗം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഏതൊരു വ്യക്തിക്കും അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധ കാര്യങ്ങൾക്കപ്പുറം അദ്ദേഹം ജീവിതത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ നാം ഏറ്റെടുക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കും എന്നത് ഉറപ്പാണ്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.